ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ബോളാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം ഈ ഇഫ്താറിന് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുറം വശം നല്ല ക്രിസ്പിയും ഉൾവശം സോഫ്റ്റും ആയിട്ടുള്ള ഈ ബ്രെഡ് ബോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 5 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ മസാല ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് വേറെയും സ്നാക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പച്ചമുളക് ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്ര മസാല തയ്യാറാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് സവാള എടുക്കാം. ഇനി ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നന്നായിട്ട് സവാള പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. 1-2 തവണ ഇതുപോലെ അടച്ചു കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവാളയൊക്കെ ഒതുങ്ങി വരും. സവാള ഇപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ടൈമിൽ നമ്മൾ തുറന്നിട്ട് ഒന്നുകൂടി യോജിപ്പിച്ച് കൊടുക്കണം. ശേഷം നമ്മൾ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇതിലോട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 വലിയ പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് 1 മിനിറ്റ് അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടാറ്റോ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. ഈ സവാളയും പൊട്ടാറ്റോയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന ടൈമിൽ നമുക്കിതിലോട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം അടച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 1/4 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സ്ലൈസ് ബ്രെഡാണ്. ഇതിൻ്റെ സൈഡ് വശമൊന്നും കട്ട് ചെയ്യുന്നില്ല, ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ സ്ലൈസ് ബ്രെഡും ഈ മിൽക്കിലൊന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ 2 കൈയിലും വെച്ചിട്ട് ഈ മിൽക്കൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കളയാം. നന്നായിട്ട് കളയുക. അതിനുശേഷം ഓരോ ബോൾസാക്കിയിട്ട് മസാല ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസാക്കിയിട്ടാണ് ഞാൻ മസാല വെച്ച് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഈ ബ്രെഡിൻ്റെ സൈഡ് വശം കാണുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ ലാസ്റ്റിൽ ബ്രെഡ് ക്രംസിലൊക്കെ ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ടൈമിൽ ഇതൊക്കെ ഉള്ളിൽ പോയിക്കോളും. ഇതുപോലെ തന്നെ നമ്മൾ ഉരുട്ടിയെടുത്താൽ മതി.
അപ്പോഴായിരിക്കും നമുക്ക് ഈ സ്നാക്ക് നല്ല വണ്ണത്തിൽ കിട്ടുന്നത്. ഒരെണ്ണം മാത്രം കഴിച്ചാൽ മതിയാവും, അത്രയ്ക്ക് വയറ് നിറയാൻ മാത്രം ഉണ്ടാവും ഈ ഒരു സ്നാക്ക്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് മാത്രം ഉണ്ടാക്കിയാൽ മതി. എത്ര മെമ്പർ ഉണ്ടോ അതിനനുസരിച്ചിട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നന്നായിട്ട് നിറയും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ സ്നാക്കും തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റും, അധികം പാടൊന്നുമില്ല. ചെറുതായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കാം. കാരണം ഇതിൽ മിൽക്കിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് നനയുക മാത്രമേ ചെയ്യാവുള്ളൂ. അതിനുശേഷം ഇതുപോലെ മസാല ഉള്ളിൽ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ബോൾസ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനും ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ മുഴുവൻ ബ്രെഡ് ബോളും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു എഗ്ഗ് ഒരു പാത്രത്തിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്ക് പൊടിയോ എടുത്താൽ മതി. റസ്ക് പൊടിയാകുമ്പം നമുക്ക് ഈ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റസ്ക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ റസ്ക് പൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ ബോൾസും ഈ എഗ്ഗിലൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ റസ്ക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഓയിലിലോട്ടൊന്നും പോവുകയും ചെയ്യില്ല. അതുപോലെ സ്നാക്ക് നല്ല ക്രിസ്പി ആയിരിക്കും. പുറം വശം നല്ല ക്രിസ്പിയും ഉൾവശം നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. മസാല തയ്യാറാക്കാനുള്ള സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൊത്തം ഒരു 10 മിനിറ്റ് മാത്രം നമുക്ക് മതിയാവും. അപ്പോൾ ഇതുപോലെ മുഴുവൻ ബ്രെഡും ഞാൻ തയ്യാറാക്കി എടുക്കട്ടെ. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് അധികമാണെങ്കിൽ ആക്കിയ സ്നാക്ക് അധികമാണെങ്കിൽ ഫ്രൈ ചെയ്യാതെ നമ്മൾ റസ്ക് പൊടിയിലൊക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇനി ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ച് മാത്രമേ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കാരണം ഓയിൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതുപോലെ 2-3 സ്നാക്ക് ഒരുമിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ 2-3 തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി വരും. ആ ടൈമിൽ നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ട് തന്നെ കിട്ടണം. ഗോൾഡൻ കളറാകുമ്പോൾ എടുക്കരുത്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി കിട്ടണം. കണ്ടല്ലോ, ഈ സ്നാക്ക് ഇപ്പോൾ നന്നായിട്ട് എല്ലാ വശവും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. എല്ലാ വശവും ഇതുപോലെ തന്നെ കളറാവണം. ആ ടൈമിൽ നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. കണ്ടല്ലോ, നല്ല വലിയ ബ്രെഡ് ബോളാണ്. ഒരെണ്ണം മാത്രം നമുക്ക് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടല്ലോ, ഇത് എത്രത്തോളം ക്രിസ്പിയാണെന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കൂ.
അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.